ശ്രീമാത്രേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ദേഹസ്ഥ ദേവതാ ചക്ര സ്തോത്രം എന്ന് പറയുന്ന വളരെ വിശേഷമായിരിക്കുന്ന ഒരു ഒരു സ്തോത്രത്തിന്റെ വ്യാഖ്യാനവും സപ്തധാതു ധ്യാനവുമാണ് നമ്മൾ ഇന്ന് സത്സംഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. നമുക്ക് നോക്കാം എന്താണ് ദേവതാ ചക്ര സ്തോത്രം എന്ന്. ശരീരം എന്ന ക്ഷേത്രവും അവിടെ ഇരിക്കുന്ന ദേവതകളും അല്ലെ, അവയെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗർഭഗൃഹവാസിയായിരിക്കുന്ന ജീവൻ അത് ശിവൻ തന്നെയാണ് എന്ന് മനസ്സിലാവുള്ളൂ. അഭിനവ ഗുപ്തപാദരുടെ ദേഹസ്ഥ ദേവതാ ചക്രസ്തോത്രം നമുക്ക് ഉള്ളിലെ ദേവതകളെ കുറിച്ച് അറിവ് നൽകുകയാണ്. തന്ത്രത്തിന്റെ അറിവുകളെല്ലാം തന്നെ 4 ആംനായങ്ങളിലാണ് പറയുന്നത് അല്ലെ. 4 സ്ട്രീംസ് ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. ആംനായം എന്ന് പറഞ്ഞ വിദ്യകളെന്നും അർത്ഥമുണ്ട്. അപ്പൊ കുളമാർഗം എന്നത് കുല അകുല സംബന്ധം, അതായത് കുല എന്നാൽ ശക്തി, അകുല എന്നാൽ ശിവൻ. അപ്പൊ മൂലാധാരമായിരിക്കുന്ന കുലവും സഹസ്രാരമായിരിക്കുന്ന അകുലവും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കുലപഥം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷുമ്ന നാഡിയുടെ ഉള്ളിലൂടെ ഉള്ള ഒരു യാത്രാപഥം. പഥം എന്ന് പറഞ്ഞാൽ വഴി. അപ്പൊ കുല സങ്കേത പാലിനി, അമ്മയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട് അല്ലെ. ഇവിടെ കൗളം എന്ന് പറഞ്ഞാൽ തൃകം എന്നാണ് പറയുന്നത്. 3 ഉള്ളതിനെയാണ് തൃകം എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ 3 പേര്? ശിവൻ, ശക്തി, ഞാൻ എന്ന് പറയുന്ന ബോധം അല്ലെ. നമുക്ക് ശിവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ശക്തിയിലൂടെയാണ്. അച്ഛനുമായിട്ടുള്ള ബന്ധം അമ്മയിലൂടെയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ദേവി ശിവജ്ഞാന പ്രദായിനിയാണ്. അപ്പൊ കുലം എന്നാല് ശരീരം എന്നാണ് അർത്ഥം. അപ്പൊ കുലപഥം എന്ന് പറഞ്ഞാല് സുഷുമ്ന പഥം. ഈശ്വരൻ സ്വശരീരത്തിൽ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഇത് എന്താ പറയാ, ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവതകളെ അറിയണമെന്നാണ് സാക്ഷാൽ അഭിനവ ഗുപ്തപാദർ പറയുന്നത്. നമുക്കറിയാം കാശ്മീർ ശൈവസത്തിന്റെ കുലാചാര്യനാണ് അഭിനവ ഗുപ്തപാദർ. ഈ ശരീരത്തിൽ എല്ലാ ദേവതകളെയും വിന്യസിച്ചിരിക്കണമെന്ന് പറയുന്നു. അഷ്ടമാതൃക്കളെ, അതായത് അഷ്ടമാതൃകകളാണ് അഷ്ടമാതൃക്കൾ. എന്താണ് മാതൃകകള്? അക്ഷരമാണില്ലേ. നശിക്കാത്തതാണ് അമ്മമാർ. അപ്പൊ ഈ ആദ്യത്തെ മാതാവെന്ന് പറയുന്നത് അവർഗം. നമുക്കറിയാം ഇല്ലെ, 51 അക്ഷരങ്ങളാണ് പ്രകൃതിയിലുള്ളത്. നമ്മുടെ മലയാളത്തില് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റില് നമ്മൾ 51 അക്ഷരങ്ങൾ പറയുന്നു. അപ്പൊ ആയില് തുടങ്ങുന്ന ആ ഈ തുടങ്ങിയിട്ടുള്ളതിനെ അവർഗം എന്നും, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ അടങ്ങുന്ന കാ ച ട ത പ തുടങ്ങിയിട്ട് 7 വ്യഞ്ജന വർഗങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ആ വർഗങ്ങളുടെ കൂട്ടിച്ചേരല് എന്ന് പറഞ്ഞാൽ എന്താ? 8 മാതൃക്കളായിട്ടാണ് കാണുന്നത്. മാതൃകകൾ എന്ന് പറഞ്ഞാൽ മാതൃക്കൾ എന്ന് പറഞ്ഞാൽ അമ്മമാര് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അഷ്ടമാതൃക്കൾ 8 പേരാണ് ശ്രീചക്രത്തിൽ കാണുന്ന 8 മാതാക്കള്. അപ്പൊ ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് നാദം കൊണ്ടും അക്ഷരം കൊണ്ടുമാണെന്ന് പറയുന്നു. ആ ശബ്ദം തന്നെയാണ് ശരീരത്തിലും ഉള്ളത്. കാരണം ശുദ്ധ തത്വങ്ങളാകുന്ന അവർഗം, ശുദ്ധാശുദ്ധ തത്വങ്ങളും അശുദ്ധ തത്വങ്ങളുമാകുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ, ഇവരെയാണ് നമ്മൾ ബ്രാഹ്മി, വൈഷ്ണവി, കൗമാരി, ചാമുണ്ട, മാഹേന്ദ്രി, വാരാഹി, മഹാലക്ഷ്മി ഇങ്ങനെ പറഞ്ഞ് ആരാധിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും സപ്തമാതൃക്കൾ അല്ലെങ്കിൽ അഷ്ടമാതൃക്കളുടെ പ്രതിഷ്ഠ നമുക്ക് പുറത്ത് കാണാം. പിന്നെ ഗണപതിയും വീരഭദ്രനും. അപ്പൊ വീരഭദ്രനെ വടുകൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യം ശരീരത്തിൽ വന്ദിക്കപ്പെടേണ്ടത് ആരാണ്? അസുരന്മാരാലും സുരന്മാരാലും വന്ദിക്കപ്പെടുന്നത് ആരാ? സാക്ഷാൽ ഗണപതി ഭഗവാനാണ് അല്ലെ. അപ്പൊ ഗണേശ്വരൻ ശരിക്കും പറഞ്ഞാല് ശരീരമാകുന്ന ഗണത്തിന്റെ പതിയായ പ്രാണനെയാണ് നമ്മളെ ശരീരത്തില് ഗണപതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗണപതി ഉപാസനയ്ക്ക് ഇത്രയും പ്രാധാന്യം. നമ്മുടെ മൂലാധാരത്തിലെ പ്രാണൻ വന്ന് ആ ഒരു കുണ്ടലിനി സ്വരൂപമായിട്ട് മൂലാധാര സ്ഥിതിയായിരിക്കുന്ന ദേവിയെ തൊട്ടുകൊണ്ട് നമ്മുടെ ഇടാപിംഗള നാടുകളിലൂടെ ഒഴുകി സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു നാസാദ്വാരങ്ങളിൽ കൂടെ ഈ എന്താ പറയാ നമ്മുടെ പ്രാണൻ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അക്ഷര സ്വരൂപമായിരിക്കുന്ന നമ്മുടെ ഷടാധാരങ്ങളെയും ഉണർത്തുന്നതാണ് ഈ എന്താ പറയാ ഈ ശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിന്റെ പതിയായിട്ടിരിക്കുന്നവൻ ആ ദേവതയാണ് നമ്മുടെ ഗണപതി, ഗണേശ്വരൻ അല്ലെ. ഗണേശ്വരൻ എന്ന് പറയുന്നത് ശരീരമാകുന്ന ഗണത്തിന്റെ പതിയായിട്ടുള്ള പ്രാണൻ തന്നെയാണ്. ഈ ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ട് വേണം നമ്മൾ ദേഹമാകുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ദേഹസ്ഥ ദേവതാ ചക്ര സ്തോത്രം തുടങ്ങുന്നത് തന്നെ ഗണപതി വന്ദനത്തോടെയാണ്. അടുത്തതായിട്ട് വീരന്മാരാലും സിദ്ധന്മാരാലും യോഗിനിമാരാലും പൂജിക്കപ്പെടുന്ന വടുകൻ
അതായത് ക്ഷേത്ര പ്രവേശനത്തിനായി നമ്മളെ വന്ദിക്കുന്നത് വടുകൻ എന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പാലകനാണ്, ക്ഷേത്രത്തെ പാലിക്കുന്നവൻ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ദേഹമാകുന്ന ക്ഷേത്രത്തിലെ പാലിക്കുന്നത്. അതായത് വടുകൻ ശരീരത്തിലെ അപാനവായുവും ജീവൻ എന്ന് പറയുന്നത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന പ്രാണവായുമാണ്, അല്ലെ? പ്രാണൻ അപാനനാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ശ്വാസങ്ങൾ. അപ്പോ ആ അകത്തേക്ക് എടുക്കുന്ന പ്രാണൻ ഗണപതി, നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ ശ്വാസം വടുക ഭൈരവനുമാണ്. അപ്പോ ആ എന്താ പറയാ, ഗണപതി വടുകനെയും നമുക്ക് തൊഴാതെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോ വടുകൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അപാനവായുവാണ്. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ, ശ്വാസം ആ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് എടുക്കുന്ന ശ്വാസവുമാണ് മറ്റു ഉപപ്രാണന്മാരായിട്ട് നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്നത്. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ, 5 വായുക്കളാണുള്ളത്. അതിന് ഉപപ്രാണന്മാരുമുണ്ട്. പക്ഷെ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട 2 പ്രാണന്മാര്. അപ്പൊ നമ്മൾ ആനയും സിംഹവുമായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ ചെവിയിൽ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങൾ ഇത് രണ്ടുമാണ്, പ്രാണനും അപാനനും, ഇല്ലേ? അതായത് വടുകനും ഗണപതിയും. അപ്പൊ പ്രാണനും അപാനനും എന്ന് പറഞ്ഞാല് പ്രാണൻ സൂര്യനും അപാനൻ ചന്ദ്രനുമാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഹൃദയം എന്ന് പറയുന്ന അഷ്ടദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് എനിക്ക് ആത്മീയ വിഷയങ്ങളിൽ എനിക്ക് താല്പര്യം ഉണ്ടാക്കി തരുന്ന ആത്മാവിനെ വന്ദിക്കണം. നമ്മളെ ശരീരമാകുന്ന ആ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുകയാണ്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഭഗവത്ഗീതയിൽ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. എങ്ങനെയാണോ മഹാക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അപ്പൊ അടുത്തതായിട്ട് എന്താണ്, ആ ഒരു എന്താ പറയാ, ആ മാലിന്യ സ്വരൂപത്തോടു കൂടിയ പൂർണ്ണമായിരിക്കുന്ന ഏത് ശക്തിയാണോ നമ്മുടെ ഉള്ളില് വിമർശ ശക്തിയായിട്ട് ഇരിക്കുന്നത്, അതായത് റിഫ്ലക്റ്റീവ് പവർ എന്ന് പറയും, ആ വിളങ്ങുന്ന സാക്ഷാൽ ഗുരുതത്വമായിരിക്കുന്ന വിമർശ ശക്തിയെ ഞാൻ വണങ്ങുന്നു. ഇപ്പൊ നമ്മൾ എന്താ, ഇതിപ്പോ നമ്മള് ശരിക്കും വടുക ഭൈരവനെ തൊടുന്നു, ഗണപതിയെ തൊഴുതു, ഇനി അടുത്തതാരാ, ഗുരു. അപ്പൊ നമ്മുടെ ഉള്ളില് ആ എന്താ പറയാ, നമ്മുടെ ക്ഷേത്രത്തിന്റെ എന്താ പറയാ, എല്ലാ ക്ഷേത്രത്തിലും ഒരു പ്രതിഷ്ഠ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ദേവതയുടെ പിതൃസ്ഥാനം എന്ന് പറയും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഗുരുവായിട്ട് കാണുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഗുരുസ്ഥാനമായിരിക്കുന്ന വിമർശ ശക്തിയായിരിക്കുന്ന ആ ഗുരുവിനെ നമസ്കരിക്കുന്നു. വിമർശ ശക്തി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രണമിക്കുന്ന ആത്മീയത, അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് റിഫ്ലക്ഷൻ ആണ്, അല്ലെ? ആത്മാവിനെ വിമർശിച്ച് പ്രതിബിംബിച്ച് കാണുന്നതാണ് ആത്മദർശനം. ആത്മാവ് സാക്ഷിഭാവത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നു. നമ്മൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്താണ്, വിമർശ ശക്തിയാണ്, അല്ലെ? ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ കാണപ്പെടുന്ന പ്രകൃതി, വിശ്വം ആ ഒരു ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. നമ്മുടെ ഉള്ളിലാണ് ഈ പ്രകൃതിയും എല്ലാം തന്നെ. നമ്മളത് വിമർശമായിട്ട് പ്രതിബിംബമായിട്ട് കാണുന്നു. അപ്പൊ ആത്മാവിനെ വിമർശിച്ച് പ്രതിബിംബിച്ച് കാണുക, അതാണ് ആത്മദർശനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എന്താണ്, ആനന്ദ ഭൈരവന്റെ ശക്തിയായിരിക്കുന്ന ആനന്ദ ഭൈരവിയെ ഞാൻ വന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് ശിവശക്തിയാത്മകമായിരിക്കുന്ന അർദ്ധനാരീശ്വരനാണ്. അപ്പൊ അതിനെ ഞാൻ വന്ദിക്കുന്നു. ഇനി എൻ്റെ അഷ്ടദള പത്മത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ബ്രഹ്മാണിയായിരിക്കുന്ന ബുദ്ധിസ്വരൂപിണിയെ ഞാൻ നമസ്കരിക്കുന്നു. ഓരോ ദേവതമാരും നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാണ്. ഇവരെല്ലാം തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവരെല്ലാം ചെന്ന് കാര്യങ്ങൾ പറയുന്ന ആരോട്, നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ശിവശക്തി ഐക്യസ്വരൂപമായിരിക്കുന്ന ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയുമായിരിക്കുന്ന ശിവശക്തി സ്വരൂപത്തോടാണ്. കാരണം ഇവിടെ ഈ പറയുന്ന അഷ്ടദള പത്മത്തിലാണ് അവരിയ്ക്കുന്നത്, അല്ലെ? ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയും. അപ്പോ അതിന്റെ കിഴക്ക് ഭാഗത്ത് ബ്രഹ്മാണിയായിരിക്കുന്ന ബുദ്ധിസ്വരൂപിണിയായിരിക്കുന്ന ദേവി ഇരിക്കുകയാണ്, ബ്രഹ്മാണി, അല്ലെ? അപ്പോ വ്യവസായാത്മിക ബുദ്ധി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ബുദ്ധിസ്വരൂപിണിയായ ബ്രഹ്മാണി. അടുത്തതായിട്ട് തെക്ക് കിഴക്കിരിക്കുന്ന അഹങ്കാര സ്വരൂപത്തിലിരിക്കുന്ന ശാംഭവി, ആ ദേവിയെ നമ്മൾ നമസ്കരിക്കണം. നമ്മളിലെ ഞാൻ എന്ന് പറയുന്ന ബോധം അഥവാ മമത്വം ഉണ്ടാക്കുന്നത് ഈ ശാംഭവി ദേവിയാണ്. അതിനടുത്തതായിട്ട് മനോരൂപത്തിലുള്ള കൗമാരി തെക്ക് ഭാഗത്തിരിക്കുന്നു. ഇതേ ദേവിയാണ് മനസ്സിൽ വരുന്ന വികല്പങ്ങളെല്ലാം തന്നെ ഉള്ളിലിരിക്കുന്ന ശക്തിക്ക് കൊണ്ട് കൊടുക്കുന്നത്. മനസ്സെന്നത് നമുക്കറിയാം സങ്കല്പ വികല്പാത്മകമാണ്, അല്ലെ? എല്ലാ ചിന്തകളും ആനന്ദ ഭൈരവന്റെയും ആനന്ദ ഭൈരവിയുടെയും അടുത്ത് എത്തിക്കുന്നത് മനസ്സാകുന്ന കൗമാരിയാണ്. അപ്പൊ ആ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തത് എന്താ, തെക്ക് പടിഞ്ഞാറ് വൈഷ്ണവിയെ നമസ്കരിക്കുന്നു.
ഈ ദേവിയാണ് ശബ്ദങ്ങളെ ശ്രുതി രൂപത്തിൽ സ്വീകരിക്കുന്നത്. ആ ശബ്ദ തരംഗങ്ങളെ ഭൈരവൻ അർച്ചിക്കുന്നു. അപ്പൊ ശബ്ദം കേട്ടു അല്ലെ? അപ്പൊ നമ്മളിപ്പം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളിലോട്ട് പോവാണ്. അപ്പൊ ഇനി എന്താ നമ്മൾ കേൾക്കുന്നത്? ശബ്ദം. ഇനി സ്പർശം. സ്പർശം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന ഭൈരവന് കൊണ്ട് കൊടുക്കുന്ന ശക്തിയാണ്. ആ ശക്തിയെ നമ്മൾ വാരാഹി എന്ന് പറയണം. ത്വക്കിന്റെ ഗുണമാണ് സ്പർശം. അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന ദൃശ്യങ്ങളെ, രൂപങ്ങളെ എന്താ ഭൈരവന് സമർപ്പിക്കുന്ന ഇന്ദ്രാണി എന്ന് പറയുന്ന ശക്തിയെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തത് ഇന്ദ്രാണി. അഷ്ടമാതൃക്കളിലൂടെ നമ്മൾ പോവാണ്. ഈ എന്താ പറയാ ചാമുണ്ടാ ദേവി തന്റെ നീണ്ട നാവ് കൊണ്ട് ഷഡ് രസങ്ങളെ, അതായത് താൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്ന എല്ലാ രസങ്ങളെയും തന്നെ ഭൈരവന് സമർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളായിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ വിഷയങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം നമ്മൾ ആർക്കാ സമർപ്പിക്കുന്നത്? ആ ഈശ്വരന്റെ മുമ്പിൽ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാം എന്താ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും സമർപ്പിക്കുന്നത് ആരാ? ആ സമർപ്പിക്കുന്നത് ഭൈരവനായിരിക്കുന്ന അല്ലെ, ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയുമായിരിക്കുന്ന ആ ശിവശക്തി സ്വരൂപത്തിനാണെന്ന് അർത്ഥം. അടുത്തത് ആ ഒരു എന്താ പറയാ വ്യഞ്ജനാക്ഷ സ്വരരൂപങ്ങളായിരിക്കുന്ന സപ്തമാതൃക്കൾക്ക് ശേഷം അവര് ശരിക്കും പറഞ്ഞാല് ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ചണ്ഡിക, ശരിക്കും പറഞ്ഞാല് ഈ സപ്തമാതൃക്കളാണ് പണ്ടുണ്ടായിരുന്നത്. മഹാലക്ഷ്മി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ദേവിയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളില് മഹാലക്ഷ്മിയെ അഷ്ടമാതൃക്കളിൽ ഉൾപ്പെടുത്താറുണ്ട്. മഹാലക്ഷ്മി എന്നാൽ പറഞ്ഞ ശരിക്കും ചണ്ഡിക തന്നെയാണ്. ആ ഒരു ചണ്ഡികയെ തന്നെയാണ്. ആ ചണ്ഡികാ ദേവി ഭൈരവൻ എന്താണ് സമർപ്പിക്കുന്നത്? പൂർണ്ണമായിരിക്കുന്ന എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളെയും ഭൈരവന് സമർപ്പിക്കുന്നു. അപ്പൊ നമ്മളെ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങള് മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ 8 എണ്ണമായി അല്ലെ? ഇതിനെയാണ് നമ്മൾ പുതിയ അഷ്ടകം എന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരം. അപ്പൊ നമ്മളൊരു ജീവൻ ശരീരത്തെ എപ്പോഴാണോ വിട്ടുപോകുന്നത്, നമ്മൾ പറയാറുണ്ട് സ്ഥൂല ശരീരത്തെ സൂക്ഷ്മ ശരീരം ഉപേക്ഷിച്ചു. അപ്പോ എന്താ പറയാ അതിന്റെ പരം അല്ലെങ്കിൽ കോസൽ ബോഡി, അതാണ് ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവി എന്ന് പറയുന്നത്. അതിലേക്ക് എന്നെ എത്തിക്കുന്നതാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ഗുരുതത്വം, അതായത് വിമർശ കല. അവിടത്തേക്ക് എത്താനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലെ പ്രാണനാണ്, അത് ഗണപതിയാണ് അല്ലെ? അപാനൻ എന്ന് പറയുന്നത് വടുകനാണ്. അപ്പൊ ആത്മാവിന്റെ 2 അവസ്ഥകളാണ് ജീവാത്മാവും പരമാത്മാവും. അപ്പൊ ജീവാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവതത്വമായിട്ടിരിക്കുന്നു. ആ ജീവതത്വത്തെയാണ് ക്ഷേത്രപാലകനായിട്ട് പറയപ്പെടുന്നത്. നമുക്കറിയാം 36 തത്വങ്ങളെ കൊണ്ട് പൂജിക്കപ്പെടുന്നത് ഈ ക്ഷേത്രപാലകനെ തന്നെയാണ്. നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രപാലകന്മാരെ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമാണ് ക്ഷേത്രപാലകന് അല്ലെ? ആ വീരഭദ്രസ്വാമിയാണ്. അവിടെ പൂജ കൊടുത്തതിന് ശേഷം മാത്രമേ മൂകാംബിക ദേവിക്ക് അകത്ത് തൊഴാറുള്ളൂ. അതാണ് അവിടുത്തെ ആചാരം. അപ്പോ അതാണ് ക്ഷേത്രത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ പാലിക്കുന്നത് ആരാ? ഈ ജീവാത്മാവ്, ഇല്ലെങ്കിൽ ഈ ജീവകലയാണ്. അത് പോയാൽ ശരീരം നിശ്ചലമാകും ഇല്ലേ? അപ്പോ ആ ഒരു അത് മറ്റ് ജീവികൾക്ക് ആഹാരമായി തീരും. നമ്മുടെ ശരീരം എപ്പോഴാണോ ശവമായിട്ട് തീരുന്നത്, അപ്പൊ അത് മറ്റു ജീവികൾക്ക് ആഹാരമായിട്ട് തീരും അല്ലെ? പ്രകൃതിയിൽ ലയിപ്പിക്കും. അപ്പൊ ഈ ക്ഷേത്ര പാലകൻ ഉള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിന് ഒരു കോട്ടവും വരാത്തത്. അപ്പൊ ഈ ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീയതേ ഇത് ക്ഷേത്രം. ക്ഷീയത എന്ന് പറഞ്ഞാൽ എന്താ? ശീര്യതേ ഇത് ശരീരം എന്ന് പറയും പോലെ നാശം സംഭവിക്കുന്നതാണ്. ബാഹ്യമായിരിക്കുന്ന ക്ഷേത്രമാണെങ്കിലും ശരീരമായിരിക്കുന്ന ക്ഷേത്രമാണെങ്കിലും നാശം സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ ക്ഷേത്രപാലകൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഒരു കേടും വരാതെ ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്. എന്ത് ബാഹ്യമായിരിക്കുന്ന ഒരു ആക്രമണം വന്നാലും നമ്മളെ രക്ഷിക്കുന്നത് ഈ ക്ഷേത്രപാലകനാണ്. അപ്പോ എന്താ പറയാ, ആ ആത്മാവിനെ, ക്ഷേത്രപാലകനായിരിക്കുന്ന ആത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി എന്താണ്? ശരിക്കും പറഞ്ഞാല് സനാതനമായിട്ട് നിരന്തരമായി നാശമില്ലാതെ നിലനിൽക്കുന്ന എല്ലാ ദേവതകളെയും ഞാൻ നമസ്കരിക്കുന്നു. അഭിനവ ഗുപ്തപാദരുടെ അഭിപ്രായത്തില് ഒരു ക്ഷേത്രത്തില് അഷ്ടമാതൃക്കള്, ഗണപതി, വടുക ഭൈരവൻ, ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയും വേണം. ഇപ്പൊ ഗുരുസ്ഥാനം ക്ഷേത്രപാലകന് ഇത്രയും ആയാല് ആ കേരളത്തിലെ 13 ഭദ്രകാളി കാവുകള് ഇതേ വിധാനത്തിലാണ് അവിടെ പൂജകൾ നടക്കുന്നത്. 9-ാം നൂറ്റാണ്ടില് കാശ്മീരിലെ ഇതേ രീതിയിലാണ് പൂജ നടന്നിരുന്നത്. അപ്പൊ അഭിനവ ഗുപ്തപാദർ എഴുതിയ ദേഹസ്ഥ ദേവതാ ചക്ര സ്തോത്രത്തെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ ഈ 13 കാവുകളും ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യവും ശക്തിയും നമ്മള്
അറിഞ്ഞതാണ് അല്ലെ. പണ്ട് കാലത്ത് ഈ 13 കാവുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. നമുക്കറിയാം കൊടുങ്ങല്ലൂരാണ് നമ്മുടെ ശക്തി കേന്ദ്രം, മൂലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മ എന്ന് മൂലസ്ഥാനം എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇതേ വിധാനത്തിലാണ് അവിടെ പൂജകൾ കഴിച്ചിരുന്നത്. മാത്രമല്ല തിരുമാന്താംകുന്ന്, വളയനാട്, പരുമല ഒക്കെ തന്നെ ഈ ദേഹസ്ഥ ദേവതാ ചക്ര സ്തോത്രത്തെ പ്രതിപാദിച്ച രീതിയിലാണ് ദേവതകളെ വിന്യസിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ദേവതകളും എല്ലാം തന്നെ. അപ്പൊ നമുക്ക് ഇവരെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? നമുക്കൊരു ചെറിയ ധ്യാനം ഇതിലൂടെ നോക്കാം. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇവരെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന ഈ ക്ഷേത്രത്തിലെ എല്ലാ ദേവതകളും ഒരു സമയത്ത് ഈ പറയുന്ന ആനന്ദഭൈരവനായിരിക്കുന്ന അല്ലെങ്കിൽ ആ ശിവശക്തി ഐക്യ രൂപത്തിലിരിക്കുന്ന ആ ശക്തിയിൽ ലയിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇവരെ എല്ലാം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ആത്മാവിനെ അറിയുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കണ്ണടച്ചിരുന്നാൽ ഒന്ന് ധ്യാനിക്കണമെന്ന് നോക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരുന്ന് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ ആനയുടെ തുമ്പിക്കൈ പോലെ മനസ്സുകൊണ്ട് വിചാരിക്കണം. ഗണേശനായിരിക്കുന്ന പ്രാണനാണ് എന്ന് അത് മനസ്സിലാക്കണം. നമ്മുടെ പ്രാണശക്തിയെ കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മസ്വരൂപത്തെ വെളിവാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഗണപതി ഭഗവാൻ തുമ്പിക്കൈ കൊണ്ട് അനുഗ്രഹിച്ച് അവനവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ ആ അകത്തേക്ക് പ്രവേശിക്കുന്ന ശ്വാസത്തിലൂടെ ആ ഒരു തൃശൂലധാരിയായിരിക്കുന്ന വടുകഭൈരവൻ, ശിവന്റെ ചെറിയ ഭാവമാണ് വടുകഭൈരവൻ എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലുള്ള ശിവനെ കാണണം. അപ്പൊ വടുകനെ നമസ്കരിക്കണം. വലതുവശത്ത് ഗണേശനും ഇടതുവശത്ത് വടുകഭൈരവനുമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ ശ്രീചക്ര പൂജയ്ക്ക് നമ്മുടെ പൂജാമുറിയിൽ ശ്രീചക്രം ഇരിക്കുന്ന മേരു ഇരിക്കുന്ന പൂജാ റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. വലതുവശത്ത് ഗണപതി, ഇടതുവശത്ത് വടുകഭൈരവൻ. അങ്ങനെ ഹൃദയമാകുന്ന ശ്രീകോവിലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ആദ്യം കാണുന്നത് ഗുരുവിന്റെ സ്ഥാനമാണ്. അത് ഹൃദയം കൊണ്ട് ഗുരുവിനെ നമസ്കരിക്കണം. ആ ഗുരുസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, അല്ലെ. ഗുരു തന്നെയാണ് നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്ന ആ ഒരു ശക്തി. അങ്ങനെ നമ്മൾ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് 8 ദളങ്ങളുള്ള ഒരു താമരയുടെ അകത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഹൃദയകമലം, സ്പിരിച്വൽ ഹാർട്ട് എന്നൊക്കെ വലതുവശത്ത് ഞാൻ എന്ന് പറയുന്ന തൊടുന്ന ആ സ്ഥലത്തിരിക്കുന്ന ഹൃദയകമലം. അതിന് 8 ദളങ്ങളാണുള്ളത്. അതിന്റെ മധ്യത്തിൽ അത്യുജ്വല പ്രഭ പടർത്തിക്കൊണ്ട് ആനന്ദഭൈരവനും ആനന്ദഭൈരവിയും ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആനന്ദഭൈരവന്റെയും ആനന്ദഭൈരവിയുടെയും പാദത്തില് ശരണാഗതി ചെയ്ത് നമസ്കരിച്ച് ഈ പാദങ്ങളില് വജ്രപുഷ്പങ്ങൾ സമർപ്പിക്കുന്ന ബ്രഹ്മാണിയെ നമസ്കരിക്കുക. ബ്രഹ്മാണി എന്താ സമർപ്പിക്കുന്നത്? വജ്രത്തിലുള്ള പുഷ്പങ്ങളാണ്, അല്ലെ. ഇന്ദ്രന്റെ വജ്രായുധം. അതുകൊണ്ട് ഇന്ദ്രാണി ആ ഒരു ബ്രഹ്മാണി എന്താ സമർപ്പിക്കുന്നത്? വജ്രപുഷ്പം സമർപ്പിക്കുന്നു. ഇനി ആ ഒരു ചുവന്ന വർണ്ണത്തില് രക്തനിറത്തിലുള്ള വജ്രപുഷ്പങ്ങൾ സമർപ്പിക്കുന്ന ശാംഭവി ദേവിയെ നമസ്കരിക്കുക. അതിനുശേഷം ആ പരാസംവിത്തായിരിക്കുന്ന പരാശക്തിക്കും പരമശിവനും പച്ച നിറത്തിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കൗമാരി ദേവിയെ നമസ്കരിക്കുക. നീല നിറത്തിലുള്ള വസ്ത്രം വജ്രപുഷ്പങ്ങൾ സമർപ്പിക്കുന്ന വൈഷ്ണവി ദേവിയെയും നമസ്കരിക്കുക. മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്ന വാരാഹി ദേവിയെ നമസ്കരിക്കുക. വെളുത്ത വജ്രപുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഇന്ദ്രാണി ദേവിയെ നമസ്കരിക്കുക. വയലറ്റ് നിറത്തിലുള്ള വജ്രപുഷ്പങ്ങൾ അർപ്പിക്കുന്ന മഹാലക്ഷ്മിയെ നമസ്കരിക്കുക. അശോക പുഷ്പം പോലെ ചുവന്ന പൂക്കൾ അർപ്പിക്കുന്ന ചാമുണ്ടാ ദേവിയെ ഞാനിതാ നമസ്കരിക്കുന്നു. പൂർണ്ണമായിട്ട് ഓരോരുത്തരുടെയും പാദം കണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആ പാകുന്ന അതേ സ്ഥാനങ്ങളില് ഈ ദേവിമാരെ കണ്ട് മനസ്സുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കാം. ഈ അർച്ചനകളെല്ലാം തന്നെ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ അനുഗ്രഹം ചൊരിയുന്ന ആനന്ദഭൈരവനെയും ആനന്ദഭൈരവിയുടെയും പാദപത്മങ്ങളില് സാഷ്ടാംഗം നമസ്കരിക്കുന്നു, അല്ലെ. നമ്മുടെ മനസ്സ്, ശരീരം, പ്രാണ, ദേഹ, ബുദ്ധി, അഹങ്കാരം എല്ലാത്തിനെയും ആ പാദപത്മങ്ങളിൽ സമർപ്പിക്കാം. ആ ആനന്ദത്തിന്റെ അലകള് എന്നിലേക്ക് പ്രവേശിച്ച് എന്നിലെ ആ ഒരു ജീവസ്പന്ദനമായിരിക്കുന്ന ക്ഷേത്രപാലകൻ, ആ ക്ഷേത്രപാലകൻ എന്താ ഈ ക്ഷേത്രത്തിലെ രോഗങ്ങള്, സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗങ്ങള്, അല്ലെ, ആ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ത്രിദോഷങ്ങൾക്ക് കാരണമായി ഉണ്ടാകുന്ന ബാഹ്യമായിരിക്കുന്ന പല വൈറസുകള്, രോഗാണുക്കള് പ്രവേശിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ദോഷങ്ങളെ എല്ലാം മാറ്റട്ടെ. മനോദുഃഖങ്ങള്, വ്യസനങ്ങള് എല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് എന്റെ ശരീരത്തെ സംരക്ഷിക്കട്ടെ. എനിക്ക് മനസമാധാനം, എന്റെ ശരീരത്തിന് ആരോഗ്യം എല്ലാം ഉണ്ടാകട്ടെ.
ഈ ധ്യാനത്തിലൂടെ ഭൈരവി ഭൈരവന്മാരുടെ അഷ്ടമാതൃക്കളുടെ ഗണപതി, വടക ഭൈരവൻ, ഗുരുതത്വം എന്നിവ ഇവയിലൂടെ എൻ്റെ ജീവാത്മാവ് പൂർണ്ണമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ച് എൻ്റെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും എല്ലാം ഓരോന്നായിട്ട് പൊഴിഞ്ഞു വീണ് എൻ്റെ ശരീരം ഈ ദേഹസ്ഥ ദേവതകളെ കൊണ്ട് പ്രകാശിക്കുകയും ശരീരമെന്ന ഈ ക്ഷേത്രം എല്ലാ ക്ഷതങ്ങളിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വീണ്ടും 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 മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അപ്പൊ ഈ അനുഭവം എനിക്കും എന്നെ അറിയുന്നവർക്കും ഞാൻ ഇടപഴകുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനെന്ന ജീവൻ എൻ്റെ ഉള്ളിലെ ആനന്ദഭൈരവനും ആനന്ദഭൈരവിയുമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. ഓം നമഃ ശിവായ.